കോഴിക്കോട് ചേളന്നൂരിൽ തെരുവുനായ ആക്രമണം 7 പേർക്ക് കടിയേറ്റു. പുതുക്കുടി സ്വദേശി ബൈജുവിന്റെ താറാവുകളെയും നായ്ക്കൾ കടിച്ചുകൊന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. കോഴിക്കോട് ചേളന്നൂരിലാണ് 7 പേർക്ക് കടിയേറ്റിരിക്കുന്നത്. അവരുടെ വീട്ടുപരിസരത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് 7 പേർക്കും കടിയേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പുതുക്കുടി സ്വദേശിയായിട്ടുള്ള ബിജുവിന്റെ ഭാര്യ അവരുടെ വീട്ടിലെ ആട്ടിൻകൂട്ടിനോട് ചേർന്നുള്ള ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് അവർക്ക് കടിയേറ്റത്. ഒപ്പം തന്നെ ബിജുവിന്റെ താറാവ് ഉൾപ്പെടെയുള്ള പക്ഷികളെ കൊന്നിട്ടുമുണ്ട്. കൂടാതെ മനോഹരി എന്നുള്ള മറ്റൊരു വീട്ടമ്മയ്ക്കും കടിയേറ്റിരിക്കുന്നു. അവരുടെ വീടിന്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് അവർക്ക് കടിയേറ്റിരിക്കുന്നത്. കൂടാതെ പൊക്കാളി ഭാഗത്ത് ജോലി ചെയ്തതിനിടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള സ്ത്രീക്ക് കടിയേറ്റു. ഒപ്പം SN കോളേജിന്റെ ഹോസ്റ്റലിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് വിദ്യാർത്ഥിനിക്കും കടിയേറ്റിരിക്കുന്നു. കൂടാതെ ഹോമിയോ ആശുപത്രിക്ക് സമീപമുള്ള പുതുക്കുടി സ്വദേശിനിയായിട്ടുള്ള വത്സ എന്ന വീട്ടമ്മയ്ക്കും കടിയേറ്റിരിക്കുന്നു. അവർ വീട്ടിൽ ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കടിയേറ്റിരിക്കുന്നത്. വലിയൊരു ആശങ്കയിലേക്ക് നാട് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പേവിഷബാധ ഉണ്ടോ ഈ പട്ടിക്ക് എന്നുള്ള സംശയം കൂടി ബലപ്പെടുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവിടെയുള്ള ഈ കടിയേറ്റ ആളുകൾക്കെല്ലാം തന്നെ ചികിത്സ നൽകാൻ കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് പഞ്ചായത്ത് കടന്നിട്ടുണ്ട്. ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനാണ്, വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ തീരുമാനം. വലിയൊരു ആശങ്ക നിലനിൽക്കുന്നു. അതുപോലെ തന്നെ അവിടെ പട്ടിക്കും അതുപോലെ ആടുകൾക്കും ആടിന് അതുപോലെ തന്നെ പൂച്ച ഉൾപ്പെടെയുള്ളവർക്ക് ഈ പേപ്പട്ടിയുടെ കടിയേറ്റിട്ടുണ്ട്. അവയ്ക്കും വാക്സിൻ നൽകാനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത്. വലിയൊരു ആശങ്കയിലാണ് നാട്ടുകാർ ഉള്ളത്. വേണു. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.